ഹലോ, നമ്മളെ മൈലേജിനെ കുറിച്ചിട്ട്, ഈ ബൊലേറോന്റെ മൈലേജിനെ കുറിച്ചിട്ട് ഇതിന്റെ മുമ്പ് 1-2 വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ് ചെയ്ത സമയത്തൊക്കെ നമുക്ക് അതിന്റെ കമന്റ് ബോക്സിൽ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി കണ്ടു. ചിലവർ പറഞ്ഞു നമുക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കാണിച്ച മൈലേജ് 21 കിലോമീറ്റർ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതന്ന് അത്ര കിട്ടും എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. കുറച്ച് ആൾക്കാർ അത് കിട്ടില്ല എന്ന് പറഞ്ഞു. കുറച്ച് ആൾക്കാർ അത് ഡിസ്പ്ലേ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഈ വണ്ടിയുടെ ടാങ്ക് ടു ടാങ്ക് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലാണ്. മൈസൂരിൽ നിന്ന് ഗുണ്ടൽപേട്ട് വഴി ഗൂഡല്ലൂർ ആ വഴി ഇന്ന് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം നട്ടുച്ചയാണ്, ഏകദേശം 1-2 മണിയായിട്ടുണ്ട്. അപ്പോൾ നട്ടുച്ചയ്ക്ക് AC ഇട്ടിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. NH റോഡാണ്, പക്ഷെ നമ്മുടെ ടോൾ റോഡൊന്നുമല്ല, വലിയ ഹൈവേ ഒന്നുമല്ല, സാധാ റോഡാണ്. അപ്പം നമ്മൾ വൺ സ്ട്രെച്ചിൽ പോവുകയല്ല, നിർത്തിയിട്ട് ഇവിടെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു എക്സാക്ട് മൈലേജ് സാധാരണ വണ്ടിക്ക് എത്ര കിട്ടും അതാണ് നമ്മളൊന്നും അറിയുന്നത്. അല്ലാതെ ഒരു ഹൈവേയിൽ ഒരു 10-20 കിലോമീറ്റർ ഡയറക്റ്റ് പോയി നോക്കിയിട്ട് 5th ഗിയറിലാണെങ്കിൽ 5th ഗിയറിൽ പോയിട്ട് അങ്ങനെ കിട്ടുന്ന മൈലേജ് അല്ല നോക്കുന്നത്. എക്സാക്ട് മൈലേജ് നമ്മളെ വണ്ടിക്ക് എത്ര കിട്ടും, അതും അതിൻ്റെ പീക്ക് ടൈമിൽ. ഇപ്പോൾ നല്ല ചൂട് സമയമാണ്, നല്ല ചൂടാണ്. പിന്നെ റോഡും അത്ര നല്ല റോഡും അല്ല. ഫുൾ AC നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ AC ഇടേണ്ടി വരും. പിന്നെ അത്യാവശ്യം തിരക്കുള്ള റോഡുമാണ്. അപ്പോൾ നമുക്ക് ഗിയറൊക്കെ മാറ്റിയിട്ടേ പോകാനും പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആ കാണുന്ന പമ്പിൽ നിന്ന് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാൻ പോവുകയാണ്. ഓക്കെ, കർണാടകയിൽ ഇന്നത്തെ റേറ്റ് 90.8 കേട്ടോ. നമ്മളവിടുത്തെ റേറ്റ് 94 സംതിങ് ആണ്. ഏകദേശം 5 രൂപയുടെ വ്യത്യാസം, 4 രൂപയുടെ വ്യത്യാസം. ഫുൾ ടാങ്ക് ആയിട്ടോ. എത്രയാണ് ആയത്? 3423. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഫുൾ ടാങ്ക് ആണ് കേട്ടോ. ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇതിൽ കാണിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് 18.2 അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുള്ളതെന്ന് അറിയാലോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നിന്ന് തീരുമാനമാവും. നമുക്ക് ആദ്യം തന്നെ കിലോമീറ്റർ സെറ്റ് ചെയ്യാം. കിലോമീറ്റർ 0 ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് 40 കിലോമീറ്ററാണ് ഗുണ്ടൽപേട്ടയ്ക്കുള്ളത്. ഏകദേശം നമുക്ക് ഗുണ്ടൽപേട്ടയ്ക്ക് കഴിഞ്ഞ് കൂടുതലൂർ എത്തുന്നതിന് മുമ്പ് എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പമ്പ് എപ്പോഴാണ് കാണുന്നത് അവിടുന്ന് അടിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതുവരെ നമുക്ക് എത്ര ഫ്യൂവൽ ചിലവായി, എത്ര കിലോമീറ്റർ ഓടി, അത് വെച്ചിട്ടാണ് ഇതിൻ്റെ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ റോഡൊന്നും കൂടി ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു 80 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. 75-80 ആ റേഞ്ചിൽ പോകാൻ പറ്റുന്നുണ്ട്. റോഡ് ഫ്രീ ആണ്. റോഡിന്റെ മോഡലൊക്കെ മാറി ചെറിയ റോഡാണ്, കാട്ടിലൂടെ ഉണ്ട് പോകുന്നത്. ഈ കാടിന്റെ ഉള്ളിൽ തന്നെ ഇത് നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഇറക്കങ്ങളും വരുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ചുരങ്ങളും വരുന്നുണ്ട്. കാടിന്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു കാട് തന്നെ. അതും കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് അടുത്ത പെട്രോൾ പമ്പ് കിട്ടുള്ളൂ. ഇപ്പോൾ 40 കിലോമീറ്റർ ഓടി. റോഡുകളാണ് ഇതിന്റെ ഉള്ളില്. റോഡ് കുണ്ടും കുഴികളും നിറഞ്ഞ ഹെയർപിൻ ബെൻഡുകളുണ്ട്. ഹെയർപിൻ അല്ല, ചെറിയ ചെറിയ ബെൻഡുകളാണ്. 2-3 ബെൻഡ് ഒരുമിച്ച് വരുന്നുണ്ട്. വണ്ടി അപ്പോൾ 106 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 106 കിലോമീറ്ററിൽ നമുക്ക് മൈസൂരിൽ നിന്ന് ഗുണ്ടൽപേട്ട് ആ കാട് വരെ ഒരു 40 കിലോമീറ്റർ കിട്ടി. പിന്നെ അവിടുന്ന് ഒരു 30 കിലോമീറ്ററോളം ഫോറസ്റ്റ് ആണ് കേട്ടോ. 27 കിലോമീറ്റർ ഫോറസ്റ്റ് ആണ്. ആ ഫോറസ്റ്റിലാണെങ്കിൽ നമുക്ക് ഓരോ കിലോമീറ്ററിൽ 1-2 ഹമ്പ്. അപ്പോൾ നമുക്ക് തേർഡ് ഗിയറിൽ ആവറേജ് തേർഡ് ഗിയർ വെച്ചിട്ടാണ് പോകുന്നത്. ഒരു 30-40 കിലോമീറ്റർ സ്പീഡിലാണ് അവിടെ പോരാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗൂഡല്ലൂർ എത്തി. ഗൂഡല്ലൂർ ആണെങ്കിൽ റോഡ് ഭയങ്കര മോശമാണ്. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം
106 കിലോമീറ്റർ ഓടി ബാലൻസ് എത്ര ഡീസൽ കൺസ്യൂം ആയി എന്നുള്ളത് അടിച്ച് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് കാണിക്കാം. ഇതിന്റെ ഏറ്റവും ലോവസ്റ്റ് മൈലേജ് ആവാനാണ് സാധ്യത. കാരണം അത്രയും മോശം റോഡും അങ്ങനത്തെ ഇതുമായിരുന്നു. കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലായിരുന്നു. എന്തായാലും റിസൾട്ട് കാണിച്ചിട്ട് ബാക്കി പറയാം. അപ്പോൾ 110 കിലോമീറ്റർ നമ്മൾ ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത്. 110 കിലോമീറ്റർ നമുക്ക് ആവശ്യം വന്നത് 6.8 ലിറ്റർ ഡീസലാണ് കേട്ടോ. അപ്പോൾ 16.17 കിലോമീറ്ററാണ് നമുക്ക് മൈലേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മൈലേജിന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു, അതാണ് തീർന്നു കിട്ടി. ഇവിടെ ഈ 16 കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ഹൈവേയിൽ നമുക്ക് 20+ കിട്ടുന്നുള്ളത് 100% ഷുവറാണ്. അപ്പോൾ നിങ്ങളും വണ്ടിയുള്ളവരാണെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക.